എന്തായാലും ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാ. ഞാനും ഒന്ന് ആലോചിക്കട്ടെ ഇതെങ്ങനെ നടത്താതിരിക്കാന്ന്. ശരി. എന്റെ ശാരദ പറഞ്ഞേ, നമുക്ക് സമയമുണ്ടല്ലോ, പിന്നീട് ആലോചിക്കാന്ന്. എനിക്കുള്ള സമയമൊന്നുമില്ല. മെയ് മാസത്തിലേ നമ്മളിത് ഗംഭീരമായിട്ട് നടത്തും, അത്ര തന്നെ. ഓ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതില് രശ്മിക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ശാലിനി വിളിക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങായിരുന്നു. ഞാനിപ്പോ സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തും. അതെന്തിനാണെന്ന് ചോദിച്ചാ അറിയാലോ, വിഷ്ണുവിന്റെ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കുന്നത് വരെ എന്റെ കൈകൊണ്ട് വെളിച്ചം നൽകാൻ കഴിയുന്നത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ മേന്മയാ. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സൗഹൃദത്തിന് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കാനും പരസ്പരം സഹായിക്കാനും എങ്ങനെ പറ്റുന്നു? ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ എനിക്ക് മനസ്സിലായി. സൗഹൃദത്തിനേക്കാൾ സാഹോദര്യത്തിനാണ് രേഷ്മ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു സഹോദരിയുടെ അവകാശം പോലെ വിഷ്ണുവേട്ടന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാൻ കഴിഞ്ഞത്. ശാലിനിയോടുള്ള വിഷ്ണുവിന്റെ അടങ്ങാത്ത സ്നേഹം, ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ ശാലിനി തളർന്നു പോവെന്നുള്ള പേടി, ഇതൊക്കെയാ എന്നിലേക്ക് ആ ചുമതലകളൊക്കെ വരാൻ കാരണം. ഞാനിപ്പോ കാണണമെന്ന് പറഞ്ഞത് രേഷ്മയോടൊരു സഹായം ചോദിക്കാനാ. ഇതിലെന്നെ സഹായിക്കാൻ രേഷ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ശാലിനി പറഞ്ഞോളൂ, ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? വിഷ്ണുവേട്ടന്റെ ഓർഗൻസ് കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല, എസ്പെഷ്യലി ഹാർട്ട്. അതിപ്പോ മധുരയിലെ ഡോക്ടറുമായി സംസാരിക്കേണ്ടി വരും. അവരെങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു കൊടുക്കില്ലെന്നാ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. രേഷ്മ നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ആ ഡോക്ടറുടെ അഡ്രസ് എനിക്ക് താ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അയ്യോ വേണ്ട, ഞാനെന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. നടന്നില്ലെങ്കിൽ ശാലിനെ അറിയിക്കാം. പിന്നെ വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മം ആചാരപ്രകാരം തന്നെ പാപനാശിനിയിൽ ഒഴുക്കണം. അമ്മ പറഞ്ഞത് വിഷ്ണുവേട്ടൻ മരണപ്പെട്ട നാള് മറ്റന്നാളെ വരുന്നെന്ന്. അന്ന് ആ കർമ്മം ചെയ്ത ഇരട്ടി ഫലമാ എന്റെ വിഷ്ണുവേട്ടന് വേണ്ടി. അതല്ലേ ഇനി ചെയ്യാൻ നോക്കൂ. അതെ, ശാലിനി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവന്റെ ആഗ്രഹവും അതുതന്നെയായിരിക്കും. വിഷ്ണുവിന്റെ ആത്മാവിനെ ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് യാത്ര അയക്കുന്ന ചടങ്ങ്. കണ്ണ് നിറയാതെ തന്നെ അത് ചെയ്യണം. വിഷ്ണു അത് ആഗ്രഹിക്കുന്നുണ്ട്. വേണം, ചെയ്യണം. എന്റെ വിഷ്ണുവേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. രേഷ്മ, ഞാൻ പറഞ്ഞത് എനിക്ക് സാധിച്ചു തരണം. വിഷ്ണുവേട്ടന്റെ ഹാർട്ട് സ്വീകരിച്ച ആളെ ഒന്ന് കണ്ടുപിടിച്ചു തരണം. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി, ദൂരെ നിന്ന് ഒന്ന് കാണാൻ വേണ്ടി മാത്രം. ആ ആള് നിന്റെ കൂടെ തന്നെ ഉണ്ട് ശാലിനി. രേഷ്മ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഹാർട്ട് കൊടുത്ത ആളെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ചെയ്യാം, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതെ, ശാലിനിയെ ഏൽപ്പിക്കാൻ വേണ്ടി വിഷ്ണുവിന്റെ കുറച്ച് സാധനങ്ങള് ഞാൻ കൂടെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ഞാനതിപ്പോ ഇവിടെ വെച്ച് തരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്റെ വിഷ്ണുവേട്ടന്റെ അല്ലേ രേഷ്മ? വിഷ്ണു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ അണിഞ്ഞിരുന്ന വസ്ത്രവും ചെരുപ്പും മാലയും വളയും ഒക്കെയാ. ഇതൊക്കെ ശാലിനി വെച്ചോ.
വിഷ്ണുവേട്ട, എനിക്കായിട്ട് കരുതി വെച്ചിരുന്നത് ഇതൊക്കെയായിരുന്നു. ഓർമ്മിക്കാനായിരുന്നെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഞാൻ മരിച്ചാലും തീരാത്ത ഓർമ്മകള്. ശാലിനി, കൂൾ ഡൗൺ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ? ഇനി കൂടുതൽ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? പോയവര് തിരിച്ചു വരില്ലല്ലോ. ഈശ്വര, കൃഷ്ണ, യവന് ജീവനുണ്ടോടാ? ഉണ്ട് സർ. ആ, എന്നാ ഒന്ന് കാണിച്ച്. ആ, ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോ സംഗതി പോയിട്ടില്ല. സ്വാമി, അപ്പൊ യവന് നല്ല ആയുസുണ്ട്. അത് ഡോക്ടർ ആയതുകൊണ്ടാ. നാളെ മിടുക്കനായ ഒരു ഡോക്ടറായി വരികയാണെങ്കിൽ ഒരുപാട് പേരുടെ ആയുസ് പിടിച്ചു നിർത്തേണ്ട ഒരാളല്ലേ. അപ്പൊ പിന്നെ യവൻ ജീവിക്കട്ടെ അല്ലേ? അതെ, എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കട്ടെ. ദേ, പൊയ്ക്കോളണം. എന്റെ മകളുടെ കൺവെട്ടത്ത് നിന്റെ നിഴല് പോലും വരാൻ പാടില്ല. സ്വാമി,